നമസ്തേ എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. നിങ്ങളത് ഡയഗ്നോസ്ഡ് ആയിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു എക്സ്പേർട്ടിനെ തന്നെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയിൽ നമ്മുടെ NPD അല്ലെങ്കിൽ നാർസിസിസ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ജനറലി നമ്മളൊരു നാർസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൂവലും ഭയങ്കരമായിട്ടുള്ള മാലിഗ്നന്റ് ആയിട്ടുള്ള അതായത് NPDയുടെ ലെവല് വന്നിട്ട് അവരുടെ ക്രൂവൽറ്റിയും അവരുടെ ആന്റി സോഷ്യൽ എലമെന്റ്സും അതർ ഡാർക്ക് പേഴ്സണാലിറ്റീസും അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ഒരു മാലിഗ്നൻസി നമ്മൾ സാധാരണ കാണുന്നത്. അതല്ലാതെ നമ്മളൊരു നാർസിസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു നാർസിസിനെ നമുക്ക് മനസ്സിലാകുന്നത്. അവരെ ഡീൽ ചെയ്യുക എന്നുള്ളത് പഠിച്ചിരുന്നാൽ നല്ലതാണ്. അവരെ കുറേയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ ലെവലിലുള്ളവർക്ക് മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവരിലേക്ക് ഒരു ഹ്യൂമൻ കൺസിഡറേഷനും എമ്പതിയൊക്കെ ആഡ് ചെയ്ത് അവർക്ക് അങ്ങനെ കൊണ്ടുപോകണം തോന്നി അതിനെ മാനേജ് ചെയ്യാനും പറ്റും. മാലിഗ്നന്റ് ആയിട്ടുള്ളവരെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടും. അവർക്കാണ് നല്ല രീതിയിലുള്ള തെറാപ്യൂട്ടിക് ഹെൽപ്പുകളും ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അവർക്ക് എമ്പതി ഇല്ല. അവർക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ഫീലിങ്സുകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി മോസ്റ്റ്ലി കാണില്ല. അതുപോലെ തന്നെ അവർ നല്ല ഗ്രാൻഡ്യൂസ് ആയിരിക്കും. കുറച്ച് അഹങ്കാരികൾ എന്ന് പറയുന്ന ഒരു കുറച്ച് എന്താ പറയുക തലക്കനം കൂടിയവർ എന്ന് പറയുന്ന ഒരു കാര്യം കാണും. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമ്പോർട്ടൻസ് കാണും. ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള ഭാവങ്ങൾ. അതുപോലെ തന്നെ ഒരു സെൽഫ് അഡ്മിറേഷൻ കാണും അവർക്ക്. അതായത് എന്നെ പുകഴ്ത്തുക, ഞാനെന്ന ഭാവവും പിന്നെ അതിനെ നമ്മളിങ്ങനെ സ്വയം പുകഴ്ത്തിയുള്ള ഒരു ഫീലിങ്ങും സംതിങ് ആണെന്നും പിന്നെ ആ ഒരു സെൽഫ് റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും അവനോടുകൂടി തന്നെയുള്ള ഇത്. അങ്ങനെയുള്ള നാർസിസിസ്റ്റിൽ സാധാരണ നമ്മൾ കാണുന്നത് ഒരു 3 ടൈപ്പായിട്ടുള്ളത് നാർസിസിസ്റ്റുകളാണ്. സാധാരണ നമ്മൾ റിസർച്ചേഴ്സൊക്കെ സാധാരണ ഒരു നാർസിസിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേനും അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ 3 കാറ്റഗറീസ് ആണ്. അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നതാണ് എജന്റിക് നാർസിസിസ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്ന അവരെ നമുക്ക് ടിപ്പിക്കലായിട്ട് കാണാൻ പറ്റും. അവർക്ക് കുറച്ച് ഗ്രാൻഡ്യൂസിറ്റി കാണും. ഗ്രാൻഡ്യൂസിറ്റി എന്ന് പറയുന്നത് കുറച്ച് അഹംഭാവത്തിന്റെ ഒരു കാര്യം കാണും. കുറച്ച് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറയുന്നത് കുറച്ച് സുപ്പീരിയർ ഫീലിംഗ് കാണും. നീഡ് ഫോർ അഡ്മിറേഷൻ കാണും. എല്ലാവരും എന്നെ അഡ്മയർ ചെയ്യണം, എന്നെ അഭിനന്ദിക്കണം, എൻ്റെ കഴിവുകളെ അവർ ഭയങ്കരമായിട്ട് കരുതണം, ഞാൻ ഒരു സംഭവമാണെന്ന് എല്ലാവരും പറയണം. ആ രീതിയിലുള്ള ഇതാണ് കാണുന്നത്. അപ്പൊ ഏജന്റിക് നാർസിസിസം എന്ന് പറയുന്നവർക്ക് ഗ്രാൻഡ്യൂസിറ്റി നല്ലതുപോലെ കാണും. അവർക്ക് സുപ്പീരിയോറിറ്റി കാണും. ഒരു സ്ട്രോങ് ഫീൽ ഓഫ് അഡ്മിറേഷനും അവർക്ക് നല്ലതായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് സാധാരണ നമ്മൾ ഒരു നാർസിസത്തിൽ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ കാണുന്ന ഇത്. അപ്പം അതിനകത്ത് ബാക്കി കാര്യങ്ങൾ എലമെന്റ് ഒക്കെ ബ്ലെൻഡ് ചെയ്യുമെങ്കിലും അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ചില ആളുകളോട് കുറച്ച് സ്നേഹമോ കരുതലോ ഒക്കെ കാണില്ലേ എന്ന് ചോദിച്ചാൽ കാണും. വർക്ക് പ്ലേസിലൊക്കെ കുറച്ച് എംപത്തറ്റിക് ആയിട്ടൊക്കെ ഇവർക്ക് പെരുമാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മേ ബി ദേ ആർ ഓക്കെ ടു ഡു ദാറ്റ്. പക്ഷെ അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ആ ജെനുവിൻ ആയിട്ടുള്ള എംപത്തറ്റിക് ഫീലിംഗ് ഒന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അതും അവർക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ എമ്പതി കാണിക്കുന്നതും ഒക്കെ ആയിരിക്കാം സർവൈവ് ചെയ്ത് പോകാൻ, അവരുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനും ഒക്കെ. പിന്നെ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാറ്റഗറിയാണ് അന്റാഗണിസ്റ്റിക് കാറ്റഗറി എന്ന് പറയുന്നത്. അവിടെ ഭയങ്കരമായിട്ടുള്ള അരഗൻസ് ഉണ്ടാകും. അരഗൻസ് നമുക്കറിയാം ഭയങ്കരമായിട്ട് ഒരു വളരെയേറെ മറ്റുള്ളവരെ താത്തി അഹങ്കാരമായിട്ടുള്ള രീതിയിൽ ഭയങ്കര അഹങ്കാരത്തിന്റെ രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നതാണ് ആ അരഗൻസ് എന്ന് പറയുന്നത്. അവർക്ക് എൻടൈറ്റിൽമെന്റ് ഉണ്ട്. ഒരു ഞാനെന്ന ഭാവത്തെ അല്ലെങ്കിൽ എനിക്കിതെല്ലാം കിട്ടാൻ ഞാൻ അർഹനാണ്, എനിക്കിത് കിട്ടണം, ആ ഒരു അർഹതയുണ്ടല്ലോ. ഐ ആം ദ ഓൺലി വൺ ഹൂ ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു ഗെറ്റ് ദിസ്. അത് പിടിച്ചു വാങ്ങിക്കാനും അവർ മടിക്കില്ല. അപ്പൊ അവർ എൻടൈറ്റിലാണ് അത് കിട്ടാനായിട്ട് എന്നുള്ളത്. അപ്പൊ കാലോസ്നസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ, അതായത് ക്രൂരത. അപ്പം അരഗൻസും ഈ എൻടൈറ്റിൽമെന്റും ക്രൂരതയും ലോ എംപതിയും. അപ്പം അവരെ കുറച്ച് വളരെയേറെ എന്താ പറയുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് അബ്യൂസീവ് ആക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർക്ക് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അന്റാഗണിസ്റ്റിക് ആകുമ്പോൾ ഇവർക്ക് പോകാനായിട്ട് പറ്റും. അപ്പം അവിടെ ക്രുവൽറ്റി എന്ന് പറയുന്നത് നല്ലതുപോലെ ഇവർ കാണിക്കാൻ സാധ്യതയുള്ളതാണ്. എമ്പതി എന്ന് പറയുന്നവർ അവർക്ക് കാണില്ല, വളരെ ലോ ആയിരിക്കും എമ്പതി.
അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം അവരുടെ കൂടെ എൻറ്റാഗണിസ്റ്റ് നാർസിസിസ്റ്റിന്റെ അതിനെപ്പറ്റി തന്നെ നമ്മളൊരു വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു കാറ്റഗറി നാർസിസം എന്ന് പറയുന്ന കാറ്റഗറി വരുമ്പം എജന്റിക്കും അന്റാഗണിസ്റ്റിക്കുമാണ്. പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്ന തേർഡ് ആയിട്ട് വരുന്ന ന്യൂറോട്ടിക് നാർസിസം എന്ന് പറയുന്നതാണ്. ന്യൂറോട്ടിക് നാർസിസിസം മോസ്റ്റ്ലി ഇമോഷൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അവിടെ ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വരുന്നുണ്ട്. അതായത് ഇവരുടെ മൂഡ് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. ഇമോഷണലി ഇപ്പൊ കാണുന്ന ആളായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ കാണുന്നത്, കുറച്ച് കഴിയുമ്പോൾ കാണുന്ന ഒരാളായിരിക്കില്ല വേറെ സമയത്ത്. ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇയാൾ എന്തിനാ ഇപ്പം ഇത്രയേറെ ദേഷ്യപ്പെടുന്നത്, ഇയാൾ എന്തിനാ ഇത്രയേറെ ഇതാക്കുന്നത്, ഇതെന്താ ഇങ്ങനെ വരുന്നത്. നമുക്ക് തന്നെ ആ ഇമോഷൻസിനെ നമുക്ക് കറക്റ്റായിട്ട് രീതിയിൽ ഒരു ഇവന്റിന് ചേരുന്ന രീതിയിലോ ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ ഡിസ്റെഗുലർ. ചിലപ്പോൾ ആൾക്കാർ അതിനെ തന്നെ വേറെ പല കാര്യത്തിലേക്കും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അവർക്കൊരു മാനിക് സ്റ്റേജും ലോ സ്റ്റേജും ഹൈപ്പർ സ്റ്റേജും ഒക്കെ ഉള്ളതായിട്ട് ചിലപ്പോൾ ബൈപ്പോളറോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ചിലപ്പം നമ്മൾ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മതി. അപ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ നമുക്ക് ചിലപ്പം ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് നാർസിസത്തിൽ, ഈ ന്യൂറോട്ടിക് നാർസിസത്തിൽ വരുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് അത്. അവിടെയാണ് നമ്മൾ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ കാണുന്നതും അതുപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഈ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്തുകൊണ്ട് വരുന്നു ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ട് തന്നെയാകാം. ഇമോഷണലി വളരെ അവരുടെ ഈഗോ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ്. യു നോ ദാറ്റ് നാർസിസിസ്റ്റ് ഹാസ് ഗോട്ട് എ വെരി വൾണറബിൾ ഈഗോ. നമ്മൾ ഈഗോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ഈഗോസ് ഒക്കെ നമുക്ക് നല്ല കാര്യമാണ്. അത് നമ്മൾ ഈ ഹൈ ഫങ്ഷനിങ് നാർസിസത്തിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ വി നീഡ് ടു ഹാവ് എ സ്ട്രോങ് ടഫ് ആൻഡ് ഹെൽത്തി ഈഗോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നാർസിസിന്റെ ഈഗോ എന്ന് പറയുന്ന വൾണറബിൾ ഈഗോ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അതിനെ ടച്ച് ചെയ്തിട്ട് അത് വല്ലാത്ത രീതിയിൽ അത് ഒരു ഫ്ലെയഡപ്പ് ആകുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അയാളുടെ ഈഗോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഹിസ് ഈഗോ ഈസ് റിയലി വെരി ബാഡ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ ഒരു വൾണറബിലിറ്റി, അപ്പൊ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അപ്പൊ ഹൈപ്പർ സെൻസിറ്റിവ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പെടിച്ചു, ഇത് പറയാവോ പറയാതിരിക്കോ, എപ്പോഴാണ് ഇത് ചീത്തയായിട്ട് അവർക്ക് അഫക്റ്റ് ചെയ്യുക, അല്ലാതെ അഫക്റ്റ് ചെയ്യുക. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം വലിയ കുഴപ്പമില്ലായിരിക്കും, ചില സമയത്ത് അത് വളരെ മൈൽഡ് കാര്യം പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഫ്ലെയഡപ്പാവും. അപ്പൊ ആ രീതിയിലുള്ള വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറും ഇവർക്കുണ്ട്. അപ്പൊ ന്യൂറോട്ടിക് നാർസിസത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഈ ഇമോഷണൽ ഡിസ്റെഗുലാരിറ്റിയും ഈ ഹൈപ്പർ സെൻസിറ്റീവാണ്. അപ്പൊ അതിനകത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല, എനിക്ക് അയാളോട് പറയാൻ പേടിയാവോ, എങ്ങനെ ഇത് പറയും, എപ്പോഴാണ് അയാളുടെ മൂഡ് നല്ലതായിരിക്കും, എപ്പോഴാണ് അയാൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, അല്ലാത്ത രീതിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നാർസിസത്തെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭീകരതയോട് കൂടിയിട്ടുള്ള അത് നമ്മൾ പറയുന്നത് NPD നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും അതുപോലെ തന്നെ അതർ ഡാർക്ക് ട്രേറ്റ്സും ലൈക്ക് നമ്മൾ പറയത്തില്ലേ ഈ ഡാർക്ക് എംപാത്തിക് ടൈപ്പും ഡാർക്ക് ട്രയാഡ്സും ഡാർക്ക് ടെട്രാഡ്സും രീതിയിലുള്ളവരൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവരെ നമുക്ക് ഡാർക്ക് പേഴ്സണാലിറ്റിയുടെ കൂട്ടത്തിൽ കൂട്ടാവുന്നതാണ്. ഇത് ഏറെ ഡാർക്ക് പേഴ്സണാലിറ്റി. അപ്പം നാർസിസം ഒരു ഡാർക്ക് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ സാധാരണ നമ്മളൊരു ജനറിക്കലി നമ്മളൊരു നാർസിസത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഈ 3 ടൈപ്സ് ആണ് ബേസിക്കലി കാണുന്നത്. എജന്റിക് നാർസിസം എന്ന് പറയുന്ന എന്താ പറയുക, നമുക്കൊരു ഫീലിംഗ് ഓഫ് ഗ്രാൻഡ്യൂസിറ്റി വരും. അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി ആൻഡ് സ്ട്രോങ് ഫീൽ ഓഫ് അഡ്മിറേഷൻ. അത് എമംഗ് ദീസ് ഫസ്റ്റ് ഒരു കാറ്റഗറി വരുന്നതാണ്. സെക്കൻഡ് എന്ന് വരുമ്പോഴത്തേനും ഗ്രാൻഡ്യോസിറ്റിയും സുപ്പീരിയോറിറ്റിയും സ്ട്രോങ് ഫീൽ ഓഫ് അഡ്മിറേഷനുമാണ് ആദ്യം വരുന്നതെങ്കിൽ രണ്ടാമത് വരുന്നത് അന്റാഗണിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിനകത്ത് അരഗൻസ് ആണ്, ഗ്രാൻഡ്യോസിറ്റി അല്ല, അതിനകത്ത് കൂടുതലായിട്ടും അരഗൻസ് നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻടൈറ്റിൽമെന്റ്, എല്ലാം ഇതിന് ഞാനാണ് അർഹൻ, എനിക്കാണ് ഇത് വേണ്ടത് എന്ന് പറയുന്ന കാലസ്നെസ്, അതായത് ക്രൂവൽറ്റി, നല്ല രീതിയിലുള്ള മറ്റുള്ളവരൊരു ക്രൂവലായിട്ട് ഒരു ഫീൽ ഓഫ് ഇതും കാണത്തില്ല. നമ്മൾ പറയത്തില്ലേ അയാൾക്ക് എന്തെങ്കിലും ഒരു ദയ എന്നൊക്കെ പറയാം, അതൊന്നും കാണാതെ ക്രൂവൽറ്റിയുടെ ആ ആക്ടൊക്കെ ചെയ്യാനായിട്ടോ പറയാനോ ചെയ്യാനായിട്ടോ ഇവർക്ക് യാതൊരു മടിയും കാണത്തില്ല. ലോ എംപതി. അപ്പൊ ഈ അന്റഗണിസ്റ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു നാർസിസത്തിലാണ് ഇവർ. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ല എൻ്റെ ഫാദറിനെ പറയാനോ മദറിനെ പറയാനോ അല്ലെ എന്നെ പറ്റി പറയണോ മോശമായിട്ട് പറയണോ എന്ന് ഇവർക്കൊന്നും ഒരു മടിയുമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ക്രൂവൽറ്റിയുടെ ഭാഗമാണ് തെളിഞ്ഞു വരുന്നത്. പിന്നെ ലോ എംപതിയും. അപ്പൊ പിന്നെ അവർക്ക് പിന്നെ അങ്ങനെ പറയുന്നതിന് മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളവർക്ക് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ന്യൂറോട്ടിക് നാർസിസം വിച്ച് ഈസ് അഗെയിൻ ഇമോഷണൽ ഡിസ്റെഗുലേഷനും പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ 3 ടൈപ്സ് ആണ് സാധാരണ കാണുന്നത്. അപ്പൊ നമ്മുടെ നാർസിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ
ഈ 3 ടൈപ്പിനെ നമുക്ക് ഏകദേശം ഒന്ന് ഹാൻഡിൽ ചെയ്യാം ഒരു ലെവൽ വരെ. പക്ഷെ എന്നാലും വളരെ ഡിഫിക്കൽട്ടാണ്. ബട്ട് ഇഫ് യു നോ ദ സ്കിൽസ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് ഹാൻഡിൽ. പലരും നാർസിസിസം ഇവരിൽ ഇത് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അപ്പം കുറച്ചൊക്കെ നമുക്ക് ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പലരെയും ഡീൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ ഒരു മാലിഗ്നന്റ് ഇൻഡസ്ട്രിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു മാനേജ് ദം. യു ഹാവ് ടു സേവ് യുവർ സെൽഫ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. നാർസിസം എന്ന് പറയുന്നത് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ആളാണ്. അയാൾക്കിപ്പം ഭാര്യ ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. മക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് അത് ചെയ്തു. അത് അവനവൻ്റെ ഇമ്പോർട്ടൻസും അവനവൻ്റെ ഫീലുമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും അവനവന് വേണ്ടി തന്നെ ജീവിക്കുകയും അതിൻ്റെ കൂടെ മറ്റുള്ളവരെ ഒരു നല്ല രീതിയിൽ കണക്ഷൻസ് ഫോം ചെയ്ത് പോവുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ജീവിതം പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് യുവർ ലൈഫ് ഈസ് യുവർ പ്രൈഡ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു അബ്യൂസ് മാർക്കും കൊടുക്കാതെ, അബ്യൂസ് എടുക്കാതെ, സെൽഫ് അബ്യൂസ് ചെയ്യാതെ വളരെ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആൻഡ് പ്രോഗ്രസീവ് ലൈഫ് ലീഡ് ചെയ്യാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.